സുനിശ്ചിതമായി 101% എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരെയും നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തുണ്ട്. അവരാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം എന്താണെന്നോ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദുഹായിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. ഓ ഹബീബായ നബിയേ, അവിടത്തേക്ക് അല്ലാഹു തആല നൽകുന്നതാണ്, എല്ലാം നൽകുന്നതാണ്. അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ തങ്ങൾക്ക് നൽകുന്നതാണ്. ഫതർദാ, മതി മതി, ഇനി എനിക്കും ഒന്നിന്റെയും ആവശ്യമില്ല, നീ നൽകിയതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമാറ് എല്ലാം അവിടത്തേക്ക് റബ്ബായ അല്ലാഹു തആല നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ നിഅമത്ത് ലഭിച്ച ഒരാൾ ഈ ലോകത്തുണ്ടോ? സുഖലോക സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരും ഉദാത്തവരും ഉത്തമരും മുത്തുനബിയാണ്. ആ തങ്ങളോളം പോരിശയുള്ള ഒരു പടക്കം ലോകത്ത് അല്ലാഹു തആല പടച്ചിട്ടില്ല, പടക്കുകയുമില്ല. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു മനുഷ്യൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അല്ലാഹു തആല പറയുന്ന തങ്ങൾക്ക് പൊരുത്തപ്പെടുന്നത് വരെ, അവിടത്തേക്ക് സംതൃപ്തി അടയുന്നതുവരെ എല്ലാം നാഥനായ റബ്ബ് നൽകാൻ തയ്യാറാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം എന്താണ്? വലം മർദ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. അല്ലാഹുവേ, എന്നെ നീ സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടകനാക്കിയേക്കാം, ലോകരെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായി തിരഞ്ഞെടുത്തേക്കാം, ഏറ്റവും വലിയ അനുഗ്രഹമുള്ളവരായി തിരഞ്ഞെടുത്തേക്കാം. അത് ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ഒരിക്കലും പൂർണ്ണ തൃപ്തിയുള്ളവനല്ല. എനിക്ക് റാഹത്തായിട്ടില്ല, എനിക്ക് സന്തോഷം പൂർത്തിയായിട്ടില്ല. കാരണം എന്താണ്? വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ ഉമ്മത്തികളിൽ ഒരു മനുഷ്യൻ നരകാഗ്നിയിൽ വെന്ത് അമരുമ്പോൾ, നരകത്തിൽ കിടക്കുമ്പോൾ, എനിക്ക് എത്ര വലിയ അനുഗ്രഹം നൽകിയാലും ഞാൻ പരിപൂർണ സംതൃപ്തനല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അത്യാർത്തിയുള്ള റസൂലാണ്, നിങ്ങളോട് വല്ലാത്ത മഹബ്ബത്തുള്ള റസൂലാണ്. നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളൊന്ന് വീണ് കാലൊന്ന് പൊട്ടുന്നത് പോലും, നിങ്ങളെ കാലിൽ ഒരു മുള്ളു തുറക്കുന്നത് പോലും ഹബീബിന് അസഹ്യമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്വഹാബത്ത് മുത്തുനബിയെ വല്ലാതെ പ്രണയിച്ചിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും ഹബീബായ തങ്ങളോടുള്ള സ്നേഹമല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ലെന്ന് അവർ പ്രഖ്യാപിച്ചത്.